നമസ്കാരം. സിനിമയെ സ്നേഹിക്കുന്ന സഹൃദരായ സഹോദരങ്ങളെ, സിനിമയിൽ നിന്നും നല്ല പ്രചോദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തെ സമഗ്രമായി പടുത്തുയർത്താൻ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ മലയാളി സമൂഹത്തെ ആഗോളതലത്തിൽ സ്വാധീനിച്ചു നിൽക്കുന്ന ഇഷ്ടപ്പെട്ട നല്ലൊരു സിനിമയാണ് ദൃശ്യം 1, 2, 3. അതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങളോ ഒന്നും അധികം കേട്ടിട്ടില്ല. ആ സിനിമയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അതിൻ്റെ ദർശനം എന്താണെന്ന് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ല, ദൃശ്യം 1, 2, 3 എന്ന സിനിമകളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് ലഭിച്ച ആത്മീയമായ, മാനുഷികമായ, ആധ്യാത്മികമായ ആ ഉൾക്കാഴ്ചയിലേക്കാണ് ഞാനിവിടെ ഇറങ്ങിച്ചെല്ലാനായിട്ട് പരിശ്രമിക്കുക. ആ സിനിമയുടെ സാമ്പത്തികമായ കാര്യങ്ങളോ സാമൂഹികമായ പ്രശ്നങ്ങളോ അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളോ അതൊന്നും എൻ്റെ വിഷയമല്ല. അഭിനയിച്ച കഥാപാത്രങ്ങളുടെ അഭിനയ പാഠവത്തെക്കുറിച്ചൊന്നും ഞാൻ വിലയിരുത്താനായിട്ട് പോകുന്നില്ല. എൻ്റെ ചോദ്യവും ചിന്തയും എന്തായിരുന്നു ഈ സിനിമ പരമ്പരയെ ദൃശ്യം 1, 2, 3 ഇഷ്ടപ്പെടാനായിട്ട് ജനങ്ങളെ കാരണമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്? വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ 1, 2 ദൃശ്യം 1, 2 സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. പക്ഷേ ദൃശ്യം 3 ഇറങ്ങിയപ്പോൾ അത് കണ്ടവരോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, എന്താണ്? പക്ഷേ ചോദിച്ചവരാരും ഒരു നല്ല ഉത്തരം പറയുന്നില്ല. പോയി കാണണം, ആകെ ട്വിസ്റ്റായിരുന്നു, അങ്ങനെ ഒരു സംസാരമേ ഉള്ളൂ. ജോർജ് കുട്ടി കീഴടങ്ങി, ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ തൊടുപുഴ ആശീർവാദ സിനിമാ തിയേറ്ററിൽ രാവിലെ 11 മണിക്കുള്ള ആ മണിക്കൂറിൽ ഈ സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ടു. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു ആത്മീയമായ വലിയൊരു ഉൾക്കാഴ്ച പങ്കുവയ്ക്കുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൃശ്യം 1, 2 ജനപ്രീതി നേടിയത്? അങ്ങനെ മൂന്നാമത്തെ ദൃശ്യം 3 വേണ്ടി ജനം കാത്തിരിക്കുകയായിരുന്നു. എന്താണ് അവിടെ ജനത്തെ ആകർഷിക്കുന്നത്? അവിടെയാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ ആരാണെന്ന് അവൻ തന്നെ മനസ്സിലാക്കണം. ആരാ മനുഷ്യൻ? മനുഷ്യൻ എന്ന് പറയുന്നത് മൂല്യബോധമുള്ള വ്യക്തിയാണ്. മൃഗങ്ങൾക്ക് മൂല്യബോധ്യമല്ല. അതാണല്ലോ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആ വ്യത്യാസം. മനുഷ്യന് മൂല്യബോധമുണ്ട്. സത്യം വിജയിക്കണം, നന്മയ്ക്ക് പ്രതിഫലം കിട്ടണം, തെറ്റ് ശിക്ഷിക്കപ്പെടണം. ഇത് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ല, മനസ്സാക്ഷിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ അതാണ് സംഭവിച്ചത്. സത്യം വിജയിക്കണം. എന്താണ് സത്യം? ദൃശ്യത്തിലെ പ്രധാന കഥാപാത്രമായ ജോർജ് കുട്ടിക്ക് ഉണ്ടായ ആ വലിയൊരു പ്രതിസന്ധി, തെറ്റിലേക്ക് പ്രേരകമായിട്ട് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന തോന്നിവാസിയായ ഒരു ചെറുപ്പക്കാരൻ പ്രേരിപ്പിക്കുമ്പോൾ, സാഹചര്യത്തിൻ്റെ സന്ദർഭത്തിൽ, നിർബന്ധത്തിൽ എന്ന് പറയട്ടെ, കിട്ടിയ വടി കൊണ്ട് തലക്കടിച്ചപ്പോൾ അവൻ ചത്തുപോയി, അല്ല മരിച്ചു എന്നാകട്ടെ. മനഃപൂർവ്വം ചെയ്ത ഒരു തെറ്റല്ല. ഒരർത്ഥത്തിൽ അതൊരു ശരിയായിരുന്നു. അത് ശരിയല്ലായിരുന്നു എന്ന് ജനത്തിന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ സിനിമ കാണാനായിട്ട് ജനം പോകുന്നത്. കുടുംബത്തെ തകർക്കുന്ന വലിയ ഒരു തെറ്റിലേക്ക് സ്വന്തം കുടുംബത്തിലേക്ക് കയറി വന്ന് ഒരു ചെറുപ്പക്കാരൻ മൊബൈലിൻ്റെ സഹായത്തോടു കൂടി ചോദിക്കുമ്പോൾ സമനില തെറ്റിക്കൊണ്ട് ഏതൊരു പെൺകുട്ടിയും ചെയ്തു പോകുന്നൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. അത് തെറ്റാണെന്ന് പറയാൻ
മനസാക്ഷിയുള്ളവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ജനം ആ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. ആ അബദ്ധത്തിന് നിയമപരമായി പോലീസിന്റെ മുമ്പിൽ, നിയമത്തിന്റെ മുമ്പിൽ കൊലപാതക കുറ്റമാണ്. അതിനതിജീവിക്കാൻ ജോർജ് കുട്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ജനം സമ്മതിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? നിരീശ്വരവാദികളാണെങ്കിലും ശരി, സ്വർഗവും നരകവും ഇല്ല എന്ന് വാദിക്കുന്നവരാണെങ്കിലും ശരി, ഈ സത്യം അംഗീകരിച്ച് മതിയാവും. എല്ലാ മനുഷ്യരിലും സത്യം വിജയിക്കണമെന്ന ഒരു ആഗ്രഹമുണ്ട്. വന്നുപോയ ഒരു അബദ്ധത്തെ ശരിയാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളുടെ ചങ്ങലയാണ് നമ്മൾ ആ ദൃശ്യം 1-2 കാണുന്നത്. അതേസമയം ആ കുടുംബത്തോട് വൈരാഗ്യം പുലർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളും തകർക്കപ്പെടുകയാണ്. താന്തോന്നിയായ മകൻ്റെ മാതാപിതാക്കൾ അവരുടെ സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ചെയ്ത എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ ചെയ്യാത്ത തെറ്റിനെ ശിക്ഷിക്കപ്പെടരുത് എന്ന ആ കുടുംബത്തിൻ്റെ ഉറച്ച തീരുമാനത്തിൽ അവരെ വിജയിക്കുകയാണ്. ആ വിജയത്തിലെ ലോകം സന്തോഷിക്കുകയാണ്, കൈയടിക്കുകയാണ്. അതുകൊണ്ട് ദൃശ്യം 1-2 മുമ്പോട്ട് പോയി. അപ്പോൾ ഈ സിനിമയിൽ നിന്ന് മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, മനുഷ്യന് മനസാക്ഷിയുണ്ട്, സത്യം വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സത്യത്തിന് നന്മയ്ക്ക് സമ്മാനം വേണം, തെറ്റിന് ശിക്ഷയുണ്ടാകണം എന്ന ചിന്തയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട്, വർണ്ണാർന്ന ജീവിതമുണ്ട്. അതുകൊണ്ടാണ് അവൻ സത്യം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലൊന്നും അർത്ഥമില്ലല്ലോ. അങ്ങനെ നമ്മൾ ദൃശ്യം 3 വരുമ്പോൾ ഇതാ ഈ സന്ദേശങ്ങളെല്ലാം മാറ്റപ്പെടുകയാണ്. അവിടെ എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ ദൃശ്യം 3 നമ്മൾ കാണുന്നത് എന്താണ്? ലോകത്തിൻ്റെ വൈരാഗ്യവും അസൂയയും സമ്പത്തും അധികാരവുമെല്ലാം ഇതാ സത്യത്തെ പരാജയപ്പെടുത്താനായി കൂട്ടിച്ചേരുകയാണ്. സമ്പത്തുള്ള വ്യക്തി പണം വാരിയെറിയുന്നു. പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്ന വ്യക്തിയെ എന്തു തെറ്റ് ചെയ്യാനും പ്രേരിപ്പിക്കുന്നു. അവൻ എല്ലാവരെയും ചതിക്കുന്നു. പക്ഷേ അവിടെ വീണ്ടും കഥാപാത്രമായി നിൽക്കുന്ന ജോർജ് കുട്ടി പരാജയപ്പെട്ടില്ല. അതതിൻ്റെ ഒരു നല്ല വശമാണ്. ആർഷഭാരതത്തിൻ്റെ ആധ്യാത്മികതയായ മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ധൃതരാഷ്ട്രരുടെ ആലിംഗനത്തിൽ ഭീമൻ തകർക്കപ്പെട്ടില്ല. അതെ, താന്തോന്നിയായ ചെറുപ്പക്കാരൻ്റെ അപ്പച്ചൻ്റെ കുതന്ത്രങ്ങൾ കൊണ്ട് ചതിയിലെ ജോർജ് കുട്ടി തകർക്കപ്പെട്ടില്ല. അതുപോലെ ഗാന്ധാരിയുടെ അന്ധതയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ധൃതരാഷ്ട്രർക്ക് സാധിച്ചില്ല. പകരം വീട്ടണമെന്നുള്ള തീരുമാനത്തോടു കൂടി എല്ലാ വഞ്ചനയ്ക്കും അടിമപ്പെട്ടു പോയ, എല്ലാ വഞ്ചനയും ചെയ്ത ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവനും അവസാനം പരാജിതനായി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, മഹാഭാരതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കീചകനും വധിക്കപ്പെട്ടു. സത്യം അവിടെ വിജയിച്ചു. എങ്കിലും ആ സിനിമയുടെ അവസാന ഭാഗം ഒരർത്ഥത്തിൽ നൽകുന്ന സന്ദേശം അധികാരവും പണവും വൈരാഗ്യവും കുതന്ത്രവും ഒക്കെ ഉണ്ടെങ്കിൽ അത് വിജയിക്കും. എങ്കിൽ എന്തായിരിക്കണം ദൃശ്യം 4? ദൃശ്യം 4 ഇന്നത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മനുഷ്യർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ സിനിമയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൃശ്യം 4ൻ്റെ ആരംഭത്തിൽ താന്തോന്നിയായ മകൻ്റെ മാതാപിതാക്കൾക്ക് അതുവരെ അറിയാതിരുന്ന ആ സത്യം എന്തായിരുന്നു? ഏത് സാഹചര്യത്തിലാണ് താന്തോന്നിയായ തങ്ങളുടെ മകൻ മറ്റൊരു കുടുംബത്തിൽ വെച്ച് നിഷ്കളങ്കയായ നിർമ്മലയായ ഒരു പെൺകുട്ടിയുടെ വികാര ആവശ്യത്തിലെ
കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലാക്കുമ്പോഴേ, ആ സത്യം മനസ്സിലാക്കുമ്പോൾ ഇതാ മാനസാന്തരപ്പെടുന്ന ധൃതരാഷ്ട്രനും ഗാന്ധാരിയും, താൻ തോന്നിയായ മകന്റെ മാതാപിതാക്കൾക്ക് ഇതാ മാനസാന്തരമുണ്ടാകും. താൻ തോന്നിയായ മകന്റെ അമ്മയ്ക്ക് വലിയ മാനസാന്തരം ഉണ്ടാകുമ്പോൾ ആ അമ്മ തീരുമാനിക്കുകയാണ് കുടുംബങ്ങളോട് പറയുവാൻ, ജോലിയുടെ പേരിൽ മക്കൾക്ക് ജന്മം നൽകാതിരിക്കരുത്. കുടുംബങ്ങളിൽ മക്കളുണ്ടാകണം. ഒറ്റപുത്രനെ ഒറ്റയാനാക്കി വളർത്തിക്കൊണ്ടുവരരുത്. അങ്ങനെ കുടുംബ നവീകരണ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് നേതൃത്വം നൽകുന്ന മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന ഒരു ഗാന്ധാരി ഉണ്ടാകട്ടെ. അതുപോലെ ധൃതരാഷ്ട്രരെ പോലെ പ്രവർത്തിച്ച പുത്രവാത്സല്യനായ ആ ഉദ്യോഗസ്ഥനും ഇന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് എല്ലാ ക്രൂരതകളും സംഭവിച്ചു പോകുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഈ സമൂഹത്തിലെ മയക്കുമരുന്നിനെതിരായി ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകനായിട്ട് അദ്ദേഹം വരണം. അങ്ങനെ ദൃശ്യം 4 വളരെ മനോഹരമായ സന്ദേശം നൽകണം. പോരാ, ഇതിനേക്കാൾ മുമ്പായി പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ അവസാനം വച്ചതാണ്. സത്യത്തിൽ ദൃശ്യം സിനിമയുടെ കഥ ഭാവനയാണ്, യാഥാർത്ഥ്യമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ദൃശ്യം 1 ആ കുടുംബം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ പിന്നെ സിനിമയില്ല. പക്ഷേ ഇന്ന് കൂടുതലായി താന്തോന്നിയായ ആ മകനെ പോലെയുള്ള മക്കളുടെ ചെറുപ്പക്കാരുടെ എണ്ണം കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, മരുന്നുകളുടെ സംലഭ്യതയും വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പെൺമക്കളോട്, സ്ത്രീകളോട് പറയാനായിട്ട് സാധിക്കണം, നിങ്ങളെ വഞ്ചിച്ചെങ്കിൽ, നിങ്ങളെ ചതിച്ചെങ്കിൽ, മൊബൈലിലൂടെ നിങ്ങളെ ചതിച്ചെങ്കിൽ, മൊബൈലിലൂടെ ചതിച്ച് നിങ്ങളെ വ്യഭിചാരം ചെയ്തെങ്കിൽ, നിങ്ങളെ ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ചെങ്കിൽ അഭിമാനത്തോടുകൂടി പറയുക, വെളിപ്പെടുത്തുക, ഞങ്ങളെ വഞ്ചിച്ചതാണ്, എന്നെ ചതിച്ചതാണ്. അത് പരസ്യമായിട്ട് പറയുക. അത് പരസ്യമായിട്ട് പറയാതെ വരുമ്പോഴും അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോഴുമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദൃശ്യം 1 ആ പെൺകുട്ടിക്ക് നേരത്തെ തന്നെ അമ്മയോട് അല്ലെങ്കിൽ അപ്പനോട്, എല്ലാമായ അപ്പനോടും അമ്മയോടും പറയാമായിരുന്നു, ഇങ്ങനെ അവൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഒരു അപകട സാധ്യതയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ് ഒരുങ്ങിയിരുന്നുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ, തലവേദനയായിട്ട് ഉറങ്ങാൻ പറ്റാതെ കിടക്കുന്ന ആ സമയത്ത് ആ യുവതി അമ്മയോട് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അത് പറയാനുള്ളതായ ധൈര്യം ഉണ്ടാകണം, ഇനിയെങ്കിലും ഉണ്ടാകട്ടെ. അതാണ് പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം. ആ ഒരു സന്ദേശം കാലോചിതമായിട്ട് നൽകുന്ന ദൃശ്യം 4 ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതല്ല, ഇനിയും സിനിമ എന്ന് പറയുന്നത് ഒരു കലയും നല്ല മൂല്യങ്ങളും നൽകുന്നതാണെങ്കിലും ഒരു വ്യവസായം കൂടിയാണ്. അത് നിഷേധിക്കാൻ പറ്റുകയില്ല. മറ്റ് ആശയങ്ങളിലൂടെ അത് പറയാനായിട്ട് പറ്റും. പക്ഷേ വ്യക്തിപരമായി ദൃശ്യം 4 ഇങ്ങനെ മനോഹരമായ ഒരു സിനിമ വരട്ടെ. അതായത് ഒന്നാമത്തേതും അവസാനത്തേതും വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളോട്, സമൂഹത്തോട് ഞാൻ വഞ്ചിക്കപ്പെട്ടവളാണ്, ഞങ്ങളെ ചതിച്ചതാണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടാകട്ടെ. താന്തോന്നിയായ മകൻ്റെ അമ്മ മാനസാന്തരപ്പെട്ടുകൊണ്ട് നല്ല കുടുംബങ്ങൾക്ക് വേണ്ടി കുടുംബ പ്രേക്ഷിതത്വത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയായി തീരട്ടെ. താന്തോന്നിയായ മകൻ്റെ അപ്പൻ അവൻ വലിയൊരു സാമൂഹ്യ പ്രവർത്തകനായിട്ട് മയക്കുമരുന്നിന് എതിരായി പ്രവർത്തിക്കുന്ന വ്യക്തിയായി കടന്നു വരട്ടെ. അങ്ങനെ ദൃശ്യം 4 ഇറങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ആമേൻ.